കൊത്തീന എന്നുള്ള ഈ തിരുവസ്ത്രം, ഇത് അച്ഛന്മാർ ആദ്യം ധരിക്കുന്ന തിരുവസ്ത്രമാണ്. ഇത് പുതിയ മനുഷ്യനെ സൂചിപ്പിക്കുന്നു. ബലിയർപ്പിക്കുന്ന വൈദികനും വൈദികനോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന പൊതുപൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന അൽമായ സമൂഹവും പുതിയ മനുഷ്യരായിട്ട് വേണം ബലിയർപ്പിക്കാമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛന്മാര് ഈ കൊത്തീന എന്നുള്ള തിരുവസ്ത്രം ധരിക്കുന്നത്. അതിന് മുകളില് ധരിക്കുന്ന തിരുവസ്ത്രമാണ് നമുക്കറിയാവുന്നത് പോലെ ഊറാറ. ഊറാറ എന്നുള്ള ഈ തിരുവസ്ത്രം പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. ഊറാറ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. വൈദികനും അതുപോലെ പൊതുപൗരോഹിത്യം സ്വീകരിച്ച എല്ലാവരും ബലിക്കണയുമ്പോൾ പരിശുദ്ധിയുള്ളവരായിരിക്കണം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികൻ ഈ തിരുവസ്ത്രം ധരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ധരിക്കുന്ന തിരുവസ്ത്രമാണ് സൂനാറ. സൂനാറ എന്നുള്ള ഈ തിരുവസ്ത്രം ശുദ്ധതയെ സൂചിപ്പിക്കുന്നു. വൈദികനും സമൂഹവും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ശുദ്ധത പാലിക്കുന്നവരാകണം എന്നുള്ള സൂചനയാണ് ഈ തിരുവസ്ത്രം നൽകുക. പിന്നെ ഈ കയ്യുറ, സന്ത എന്ന് പറയുന്ന ഇത് നമ്മുടെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ബലി എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമാണ്. വലിയ ഭംഗിയായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയ്യുറയാണ് സന്ത എന്നുള്ള പേരിൽ അറിയപ്പെടുക. പിന്നെ ഇതിനെല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ധരിക്കുന്ന വലിയ കുപ്പായമാണ് കാപ്പ. ഈ കാപ്പ എന്നുള്ള തിരുവസ്ത്രം ഇത് വൈദികൻ ധരിക്കുമ്പോൾ നീതിയെ സൂചിപ്പിക്കുന്ന തിരുവസ്ത്രമാണ്. ബലിയർപ്പിക്കുന്ന എല്ലാവരും, അച്ഛനും ആളുകളെല്ലാവരും നീതി പാലിക്കുന്നവരാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ കുപ്പായം ധരിക്കുന്നത്.